ഹായ് സർ. ഹായ് മെറിൻ. സോ ഞാൻ ആദ്യം തന്നെ സാറിനോട് കാര്യം ചോദിക്കട്ടെ. സാർ ഇപ്പോൾ എത്ര നാളായി ഡയബറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു? ഡയബറ്റോളജിസ്റ്റായിട്ട് ഞാൻ പ്രവർത്തിച്ച് 16-ാമത്തെ വർഷമാണ് ഇപ്പോൾ. 16 വർഷമായിട്ട് ഞാൻ ഡയബറ്റോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഓക്കെ. അപ്പോൾ ഞാൻ സാറിനോട് കാര്യം ചോദിക്കട്ടെ. സാറും മെഡിസിൻ പഠിച്ചു, ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടെയും ഒരു ന്യൂട്രീഷനെ കുറിച്ച് നമ്മുടെ MBBS പഠിച്ചിട്ടില്ല, MDയിലും പഠിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സാറിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ന്യൂട്രീഷൻ അഥവാ പോഷകശാസ്ത്രം, പോഷകാഹാര ശാസ്ത്രം എന്നൊക്കെയാണ് അതിന് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരണകളെക്കാളും കൂടുതൽ തെറ്റിദ്ധാരണകളാണ്, മിഥ്യാധാരണകളാണ് പലർക്കും ഉള്ളത്. ഏത് ഭക്ഷണം പോഷകസമൃദ്ധമാണ്, എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, എങ്ങനെ ഇത് പാചകം ചെയ്യണം, എത്ര അളവിൽ കഴിക്കണം, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഡോക്ടർക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ നാട്ട് വർത്തമാനം അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ് കേട്ട അറിവ് നമുക്കറിയണം. പലതും ശരിയാണ് കേട്ടോ. പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ച് പോകുന്ന പല കാര്യങ്ങളും വളരെ ശരിയാണ്. എന്നാൽ എല്ലാം ശാസ്ത്രീയമാണെന്നും എല്ലാം സത്യമാണെന്ന് കരുതുന്നതും തെറ്റാണ്. അതിൽ പലപ്പോഴും പ്രമേഹവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളാണ് കൂടുതൽ, അല്ലേ? കേട്ടിട്ടില്ലേ? അല്ല സർ, ഈ പ്രമേഹമായി ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതലല്ലേ നമ്മൾ ഒരു പ്രമേഹത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു പോയിന്റ്, നമ്മൾ എങ്ങനെയാണ് പ്രമേഹത്തിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു ന്യൂട്രീഷന് ലൈഫ് സ്റ്റൈൽ. വളരെ ശരിയാണ്. കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, മധുരം കൂടുതൽ കഴിക്കില്ല, മധുരം കഴിച്ചാൽ ഷുഗർ വരും, അല്ലേ? ഷുഗർ കഴിച്ചാൽ ഷുഗർ വരും എന്നൊക്കെയാണ് നമ്മൾ എണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ വരും. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് മധുരം കഴിക്കുന്നതുകൊണ്ടല്ല ഷുഗർ ഉണ്ടാകുന്നത്, അതായത് പ്രമേഹം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു മിഥ്യാധാരണയാണ്. അതുപോലെ എണ്ണമയമുള്ള അല്ലെങ്കിൽ വെണ്ണയും നെയ്യും ഒക്കെ കഴിക്കുന്നതുകൊണ്ടല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. കൊളസ്ട്രോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അത് നമ്മൾ പിന്നീടാണ്. അതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ന്യൂട്രീഷനെ കുറിച്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്നത് ഈ മിഥ്യാധാരണ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഡോക്ടേഴ്സിനൊരു പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ സതീഷ് സാർ സമ്മതിക്കുകയോ ഇല്ലയോ? ഡോക്ടർ മെറിൻ തന്നെ എന്നോടത് ചോദിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ മെറിൻ വളരെ അറിയപ്പെടുന്ന, വളരെ പ്രശസ്തയായ ഒരു ഡോക്ടറാണ്. ശരിയാണ്, ഒരു പരിധിവരെ മിഥ്യാധാരണകൾ എന്നുള്ളതിനേക്കാളുപരി നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യൻ കാലാകാലങ്ങളായിട്ട് വിശ്വസിച്ച ചില കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിലും തെറ്റില്ല, ഒരു പരിധിവരെ. പിന്നെ അച്ഛനമ്മമാർ പറയുന്ന, മുതിർന്നവർ പറയുന്ന, നമ്മുടെ അധ്യാപകർ പറയുന്ന, പിന്നെ പൊതുജനം പറയുന്ന. ഇപ്പോൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ അയ്യോടി നീ അങ്ങോട്ട് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പൊതുജനം 3-4 തവണ തുടർച്ചയായി പറയുമ്പോൾ നമുക്കതിന് തോന്നി തുടങ്ങും, ശരിയാണോ, ഇനി ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണോ? ശരിയല്ലേ? അപ്പോൾ ഇതിന് കണ്ടീഷനിങ് എന്ന് പറയും. അപ്പോൾ ന്യൂട്രീഷനിലും ഈ കണ്ടീഷനിങ്ങിന് ഒരുപാട് റോളുണ്ട്. ഡോക്ടേഴ്സിനും റോളുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്ന ഒരു പോയിന്റാണ്, എഗ്ഗ്, ഹോൾ എഗ്ഗ് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും, ഹാർട്ടിന് പ്രശ്നം വരും. അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഒരു ഡോക്ടർ ആവുമ്പോൾ ഐ ഫീൽ that is a bad influence among people, ഇല്ലേ? ബട്ട് ഐ വുഡ് സേ ദാറ്റ് മുട്ടകളെ കുറിച്ച് കൃത്യമായ അറിവ് ഡോക്ടേഴ്സിനും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് അതിനൊരു കാരണമെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു മനഃപൂർവ്വം തെറ്റിദ്ധാരണ പകർത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നാണ് നമുക്കറിയാവുന്നത് മുട്ടയിലാണ്, അതായത് കോഴിമുട്ട, മുട്ട എന്ന് പറയുമ്പോൾ കോഴിമുട്ടയാണ് ഉദ്ദേശിക്കുന്നത്, ചിക്കൻ എഗ്. അതിലാണ് ഏറ്റവും കൃത്യമായ അളവിൽ, ഏറ്റവും കൃത്യമായ പ്രൊപ്പോർഷനിൽ, അനുപാതത്തിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അമിനോ ആസിഡ്സിൻ്റെ ആ കോമ്പോസിഷൻ മുട്ടയിലുള്ളതിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേറൊരു ഭക്ഷണ പദാർത്ഥത്തിൽ ഉണ്ടാവില്ല. ചില വെജിറ്റേറിയൻ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മുട്ടയേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇപ്പോൾ മൂഗ് ദാൾ അല്ലെങ്കിൽ പനീർ വെജിറ്റേറിയൻ അല്ല, എന്നിരുന്നാലും ഇരിക്കട്ടെ, ഇതിലൊക്കെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ മൂഗ് ദാളില്ലേ, എന്തായാലും പറയും ചെറുപയർ, അല്ലേ? ചെറുപയറിൽ മുട്ടയേക്കാൾ 100 ഗ്രാം വെച്ച് നോക്കുമ്പോൾ മുട്ടയിൽ ഏതാണ്ട് 6 മുതൽ 7 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഇതിലങ്ങനെ ഒരു മുട്ടയിൽ. അപ്പോൾ 2 മുട്ട എടുത്താൽ ഒരു 60 ഗ്രാം, കൂടിപ്പോയാൽ 60-70 ഗ്രാമിൻ്റെ 2 മുട്ട എടുത്താൽ നമുക്ക് 15 ഗ്രാം പ്രോട്ടീൻ മാത്രമേ കിട്ടുന്നുള്ളൂ. മൂഗ് ദാളിൽ കൂടുതലുണ്ട്. എന്നാൽ എന്താണ് മുട്ടയുടെ ഒരു സുപ്പീരിയോറിറ്റി? അതിലെ പ്രൊപ്പോർഷൻ, അതുപോലെ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ സാന്നിധ്യം, അത് മുട്ടയിലേ ഉള്ളൂ. അപ്പോൾ മുട്ട നല്ലതല്ല എന്ന് പണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. ഡോക്ടർ മെറിൻ പറഞ്ഞത് ശരിയാണ്, അത് ചൂണ്ടിക്കാണിച്ചത് തെറ്റില്ല. പക്ഷേ ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ദിവസേന 2 മുട്ട, ഹോൾ എഗ്സ് തന്നെ കഴിച്ചോളൂ
എന്ന് പല ഡോക്ടേഴ്സും പറഞ്ഞു. അത് കാരണം കൊളസ്ട്രോൾ വരില്ല എന്ന് ഡോക്ടേഴ്സിന് ബോധ്യമായിട്ടുണ്ട്. നമ്മളെപ്പോലെയുള്ള ഡോക്ടേഴ്സ് പൊതുജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞു മൂഗ് ദാലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു മുട്ട നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറൊരു കാലറീസ് വരുന്നില്ല, കറക്റ്റ് അല്ലേ? പക്ഷെ ഒരു മൂഗ് ദാൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു കേരള ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അതിൽ നമ്മളൊരു സാധാരണ ഒരു കുക്കിംഗ് പാറ്റേൺ ആവുമ്പോൾ എണ്ണയിട്ട് ചൂടാക്കി അതൊരു തോരനാക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വരുമ്പോൾ ഹൈ കാലറി അല്ലേ വരുന്നത്? വളരെ ശരിയാണ്. ഇപ്പം മുട്ടയുടെ ഒരു ഉദാഹരണം ഡോക്ടർ മെറിൻ പറഞ്ഞ വളരെ വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഇപ്പം മുട്ട ബോയിൽ ചെയ്ത് കഴിക്കുമ്പോൾ അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇതേ മുട്ട ഇവിടെ എത്ര പേര് ബോയിൽ ചെയ്ത് കഴിക്കും? ഇവിടെ മിക്കവാറും ഓംലെറ്റോ ബുൾസയോ ആയിട്ടാണ് കഴിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതിന് പോഷക മൂല്യം വളരെ കുറയുന്നു എന്ന് മാത്രമല്ല, മോശമാവുന്നു. കാരണം അതിൽ എണ്ണ ചേർക്കണം. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണ ചേർക്കാതെ, അല്ലെങ്കിൽ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ എണ്ണ ചേർക്കാതെ, ആൻഡ് ഇറ്റ്സ് നോട്ട് കുക്ക്ഡ് പ്രോപ്പർലി. അപ്പോൾ വേറെ രോഗങ്ങളൊക്കെ വരാം. അപ്പോൾ ബോയിൽഡ് എഗ്സ് ആണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ മൂഗ് ദാളിലേക്ക്, അതായത് ചെറുപയറിലേക്ക് പോകാം. ചെറുപയർ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്? യു ഹാവ് ടു കമ്പൈൻ ഇറ്റ് വിത്ത് അതർ പൾസസ്. ചെറുപയർ മാത്രം കഴിക്കാനല്ല ഇവിടെ പറയുന്നത്. ചെറുപയറും മറ്റുള്ള പയറോ അല്ലെങ്കിൽ പരിപ്പ് ഇനങ്ങളിൽ പെട്ട സാധനങ്ങളുമായിട്ട് സംയോജിപ്പിച്ച് കഴിക്കാം ഒന്ന്. അല്ലെങ്കിൽ ഇലക്കറികൾ വെച്ച് പലതരത്തിലുള്ള ഇലകളില്ലേ, ചീര, പാലക്ക് പോലത്തെ ഇലക്കറികളുമായിട്ട് സംയോജിപ്പിച്ച്. പിന്നെ വളരെ നല്ലൊരു പരിപാടി കിച്ഡി. കിച്ഡി ഈസ് എ വെരി വെരി ന്യൂട്രീഷ്യസ്, വളരെ പോഷക സമൃദ്ധവും നമ്മുടെ പരമ്പരാഗതമായ ഒരു സ്വാദും പിന്നെ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനം. അപ്പോൾ നമുക്ക് അതിൽ നമ്മുടെ കാർബ്സിൻ്റെ ആവശ്യവും കിട്ടും, പ്രോട്ടീൻ്റെ ആവശ്യവും അതിൽ നിറവേറ്റും. അതിൽ കുറച്ച് നെയ്യ്, നല്ല നറുനെയ്യ് ആയിരിക്കണേ. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമല്ല, നല്ല നറുനെയ്യും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് കിട്ടി. ഇല്ല, നിങ്ങൾക്ക് നെയ്യ് കഴിക്കാൻ താല്പര്യമില്ല, അതിൻ്റെ കൂടെ ഇപ്പോൾ പറഞ്ഞ പോലെ 2 പുഴുങ്ങിയ മുട്ട കഴിച്ചോളൂ. യു ഗെറ്റ് യുവർ ബാലൻസ്ഡ്. അപ്പോൾ ന്യൂട്രീഷൻ ബാലൻസ്ഡ് രീതിയിലായി. പയർ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ പരിപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. സാർ, അപ്പം നമ്മൾ ആ ഒരു ന്യൂട്രീഷൻ്റെ മിത്ത് ഓൾറെഡി ഇപ്പോൾ ത്രൂ ഡോക്ടേഴ്സ് ആണെങ്കിലും, കാരണം ഡോക്ടേഴ്സിന് ഞാൻ സ്പെസിഫിക്കലി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്നും നമ്മൾ അല്ലെങ്കിൽ സാധാരണ ഒരു ജനം കണക്കാക്കുന്നതാണ് ദൈവമായിട്ടാണ്. ഒരു ഡോക്ടർ പറഞ്ഞ അതെ, ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഡോക്ടർ പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരെ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതായിരുന്നു എനിക്ക് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കണം, പഠിച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് സ്പ്രെഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് സാറിൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ ചോദിച്ചത്. ദൈവങ്ങളോ ദൈവതുല്യരാണെന്നോ എന്ന് കരുതി തുടങ്ങിയ ദിവസം മുതലാണ് ഡോക്ടർമാർക്ക് തല്ലുകൊണ്ട് തുടങ്ങുന്നത്, ശരിയല്ലേ? അത് വാസ്തവം. അങ്ങനെ നമ്മൾ ഈ നേരത്തെ ഞാനൊരു ഇൻറ്റേർണലൈസേഷൻ എന്ന് പറഞ്ഞില്ലേ, പലരും പറഞ്ഞു ഒരു അസത്യം തന്നെ അല്ലെങ്കിൽ ഒരു കള്ളത്തരം പലവട്ടം ആവർത്തിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളത് സത്യമാണെന്ന് വിശ്വസിച്ചു തുടങ്ങും. ഡോക്ടർമാരും അങ്ങനെ വിശ്വസിച്ചു തുടങ്ങി. ഞാനെന്തോ ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവതുല്യനാണോ വല്ല മാലാഖയാണ് എന്നോ. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ഈ സമൂഹത്തിൽ സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെയും സ്വാധീനിക്കും. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പോഷകങ്ങളെക്കുറിച്ചും. അപ്പോൾ സർ, അപ്പോൾ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് ഒരു നോർമൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് അസുഖങ്ങളോ ഒരു ഫിസിക്കൽ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻസ് ഇല്ലാത്ത ഒരാൾ എത്ര പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കണം, അല്ലെങ്കിൽ അവർക്ക് എത്ര കാലറീസ് നമുക്ക് ഒരു ദിവസം കഴിക്കണം, അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു... ഓക്കെ, ഇവിടെ എഗെയിൻ 1 ഗ്രാം അല്ലെങ്കിൽ 1.5 ഗ്രാം എന്നൊക്കെ ടെക്സ്റ്റ് ബുക്സ് പറയും. അത് പൂർണ്ണമായിട്ടും സത്യമല്ല. പ്രോട്ടീൻ റിക്വയർമെൻറ്റ് കാലോറി റിക്വയർമെൻറ്റിനെ പോലെ തന്നെ ഓരോരോ വ്യക്തിയുടെയും ജീവിത ശൈലികൾ, അവരവരെ ആവശ്യങ്ങൾ, പിന്നെ ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ. ഇപ്പോൾ ഉദാഹരണം ഗർഭാവസ്ഥ, പ്രഗ്നൻസിയിൽ ഈ റിക്വയർമെൻറ്റ്സ് കൂടും, ശരിയല്ലേ? അതുപോലെ സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ്, ഒരു സർജറി വേണ്ടി വരുന്നു, പ്രോട്ടീൻ്റെ അളവ് കൂടി വരും. കാരണം എന്താ? റെക്യൂപ്പറേഷൻ, അതായത് സർജറിയിൽ നിന്ന് റിക്കവറി സ്റ്റേജിൽ ഇത് അത്യന്താപേക്ഷിതമാണ്. അവിടെ ചിലപ്പോൾ കലോറിക് റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞെന്ന് വരാം. അത് ആ പ്രത്യേക സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. എന്നാൽ പൊതുവെ പറയപ്പെടുന്നത് 1 ഗ്രാം പെർ കിലോ ഓഫ് ബോഡി വെയ്റ്റ് എന്നാണ് പ്രോട്ടീൻസിനെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ 60 കിലോ ഭാരമുള്ള ഒരു വ്യക്തിക്ക് ഏതാണ്ട് 60 ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം വേണ്ടി വരുന്നത്. കലോറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പൊതുവെ പറയപ്പെടുന്ന ഒരു മാക്സിമം 2000 കാലോറി ഒരു ദിവസം മതിയാവും. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ അല്ലേ,
ഒരു സ്വിഗ്ഗിയിലൊരു അല്ലെങ്കിൽ സൊമാറ്റോയിലൊരു ഇത് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മിനിമം 3000 കലോറി ഉണ്ട്. എന്ന് വെച്ചാൽ ഒറ്റ നേരം കഴിക്കുന്ന ആ ബിരിയാണിയിലോ അൽഫാമോ അല്ലെങ്കിൽ ഷവർമ വോട്ടെവർ ഇപ്പോഴത്തെ ഭക്ഷണ രീതികളാണത്. അല്ലെങ്കിൽ പോട്ടെ ഒരു പരമ്പരാഗത സദ്യയെ പോലും 4000 കലോറി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലോറിയേക്കാളും കൂടുതൽ ഒറ്റ ആ ഊണിൽ തന്നെ നമുക്ക് കിട്ടും. അതിലുപരി നമ്മളൊന്നും കഴിക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ന്യൂട്രീഷനെക്കുറിച്ചുള്ള അവബോധം അല്ലെങ്കിൽ ന്യൂട്രീഷനെക്കുറിച്ചുള്ള നമ്മുടെ അറിവെല്ലാം തലതിരിഞ്ഞു പോകണം. ശരിയല്ലേ? അതെ സാർ. അപ്പം ഞാൻ ഒരു കുറേ മിഥ്യാധാരണകളാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഈ കോഴിമുട്ട എന്ന് പറയുന്ന പോലെ തന്നെ അടുത്തൊരു വിക്റ്റിമാണ് കോഴി അല്ലെങ്കിൽ ചിക്കൻ. പാവം ആ ചിക്കനെയാണ് എല്ലാ ഡോക്ടർമാരും കുറ്റം പറയുന്നതും. എല്ലാ ഡോക്ടേഴ്സിനും ഞാൻ പറയുന്നില്ല. അതായത് മിഥ്യാധാരണ പരത്തുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പരത്തുന്ന ഒരു മിഥ്യാധാരണയാണ് ചിക്കൻ കഴിച്ചാൽ ജനറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരത്തെ മെൻസ്ട്രേഷൻ വരും. അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇതിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം ഞാനിത് വെറുതെ ഒരു ഇതല്ല, ഞാനൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആളുകളുടെ ഇടയ്ക്കുള്ള ഒരു ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം, ഈ കോഴിയും കോഴിമുട്ടയും തമ്മിൽ എന്താണ് ഡോക്ടേഴ്സിന് പ്രശ്നം? ഹോർമോൺ കുത്തിവെച്ച കോഴികളാണെന്നാണ് ഇതിന് പറയപ്പെടുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇൻസുലിൻ അത് ഹോർമോൺ അല്ലേ? പ്രമേഹമുള്ളവർ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഹോർമോൺ കുത്തിവെച്ച മനുഷ്യരാണെന്ന് പറയുമോ ഇവർ? അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ളവർ തൈറോക്സിൻ ഗുളിക കഴിക്കും, അത് ഹോർമോൺ അല്ലേ? അപ്പോൾ തൈറോക്സിൻ കുത്തിവെച്ച മനുഷ്യരാണ് ഇവരെന്ന് ആരെങ്കിലും അവരെ വിശേഷിപ്പിക്കാറുണ്ടോ? ഇല്ല. ശരിയല്ലേ? അതേപോലെയല്ലേ ഈ പാവം കോഴികളുടെ അവസ്ഥ? വളർച്ച പ്രാപിക്കാത്ത ഒരു കോഴിക്ക് അതിനു വേണ്ടി എന്തെങ്കിലും ഹോർമോൺസ് കുത്തിവെച്ച്, കാരണം ആ കർഷകൻ്റെ കഞ്ഞികൂടിയാണത്. അയാൾ എന്തുകൊണ്ടാണ് അതിൽ ഹോർമോൺസ് കുത്തിവെച്ചുകൂടാ? തെറ്റില്ല. അതിന് കൃത്യമായ ഡോസിങ് ഉണ്ട്. ആ ഡോസിങ്ങിനനുസരിച്ച് ഹോർമോൺസ് കുത്തിവെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ കോഴിയെ പച്ചയ്ക്ക് പിടിച്ച് കടിച്ച് തിന്നുകയൊന്നും അല്ലല്ലോ, ഇതിനെ പാചകം ചെയ്തല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഈ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അമിനോ ആസിഡ് ചെയിൻസ് ആണ്, ബേസിക്കലി പെപ്റ്റൈഡ്സ് ആണ്. ഈ പെപ്റ്റൈഡ്സ് എല്ലാം ഹീറ്റ്, അതായത് ചൂടാക്കി നല്ലപോലെ പാചകം ചെയ്ത് കഴിയുമ്പോൾ ദേ ഗെറ്റ് ഡീനേച്ചേർഡ്. സോ വാട്ട് ഈസ് എ പ്രോബ്ലം ഹിയർ? പിന്നെ അതിലടങ്ങിയിട്ടുള്ള പൊല്യൂഷൻ, അതായത് അതിലടങ്ങിയിട്ടുള്ള കെമിക്കൽസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ H2O എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഡൈഹൈഡ്രോ മോണോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? വെള്ളം. അത് കെമിക്കലല്ലേ? അപ്പോൾ കെമിക്കൽസിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഞാൻ പറയുന്ന ഫിയർ മോങ്കറിങ് ആണ്. എന്ന് വെച്ചാൽ വെറുതെ തെറ്റിദ്ധാരണകൾക്കൊപ്പം തന്നെ ഭയം. ചിക്കനെ ശരിക്കും ഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഉണ്ടാക്കുന്നവനും കഴിക്കുന്നവനും എന്താണ് ചെയ്യുന്നത് എന്ന ബോധം വേണം, അത്രേ ഉള്ളൂ. ഉണ്ടാക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ കറി വെച്ച് കഴിക്കുക, നോ പ്രോബ്ലം. നല്ല ചിക്കൻ നിങ്ങൾക്ക് തന്നെ, ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ നല്ല ചിക്കൻ നിങ്ങൾക്ക് തിരഞ്ഞു പിടിച്ചെടുക്കാൻ പറ്റും. ശരിയല്ലേ? അത് പാചകം ചെയ്യുന്ന ആ രീതിയിൽ നിങ്ങൾ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ഇതിനെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴോ പണി കിട്ടും. ഇനി കോഴിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാവം കോഴി, പാവം കോഴി. അതാണ് എനിക്ക് മൊത്തത്തിൽ കോഴിയോടും കോഴി ആരെയാണ് ഉദ്ദേശിച്ചത്? കോഴിന്നോ? പാവം കോഴി എന്നോട് പറഞ്ഞു. ഓക്കെ സാർ. അപ്പോൾ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ പറഞ്ഞു നമ്മൾ. ഒരു പ്രോട്ടീൻ ഒരു നോർമൽ, അതായത് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ ഇല്ലാത്ത ഒരാൾക്ക് പെർ വെയ്റ്റ് നമുക്ക് 1 ഗ്രാം അല്ലെങ്കിൽ 1 to 1.5. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾ 2.5 ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന അടുത്തൊരു ചോദ്യമാണ്, ഈ ജിമ്മിൽ പോകുന്നവർ അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്യുന്നവർക്ക് മാത്രം ഈ പ്രോട്ടീൻ പോരെ? കാരണം ഈവൻ അത് തന്നെ നമ്മളും ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് എക്സ്ട്രാ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ശരീരത്തിന് എന്തിനാണ് പ്രോട്ടീൻ എന്ന് സാറിന് പറയാൻ പറ്റും? നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ അത്യന്താപേക്ഷികമാണ്. ബേസിക്കലി പ്രോട്ടീൻസ് നമ്മൾ കുട്ടി ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മുടെ നോർമൽ ലിവിങ്ങിൻ്റെ, അപ്പോൾ നിങ്ങൾ രോഗിയൊന്നുമല്ല, നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യം എന്തിനു വേണ്ടിയാണ്? നോർമൽ വെയർ ആൻഡ് ടയർ ഉണ്ടല്ലോ, ദൈനംദിന ജീവിതത്തിൻ്റെ പല തേയ്മാനങ്ങളും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇൻഫ്ലമേഷൻ എപ്പോഴും ഓരോ നിമിഷവും ഇൻഫ്ലമേഷൻ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കാനും അതിനൊക്കെ തരണം ചെയ്യാനും നമ്മളെ പ്രാപ്തരാകുന്ന പ്രോട്ടീനാണ്. നമ്മുടെ കോശങ്ങളുടെ ആ ഘടന നിലനിർത്തുന്ന മാത്രമല്ല, അവ തമ്മിലുള്ള പല പ്രക്രിയകൾക്കും പ്രോട്ടീൻസ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഡെയിലി ഒരു പ്രോട്ടീൻ റിക്വയർമെൻ്റ് ഉണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് കിട്ടിയേ തീരും.
ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രം അണ്ടർ സൂപ്പർവിഷൻ ഡോക്ടറുടെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഉപദേശപ്രകാരം മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണ്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് വർക്കൗട്ട്സ് യു ഡു കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ വേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെയും ജാഗ്രത പാലിക്കുക. ഓൺലൈനായിട്ട് പോയിട്ട് കണ്ണടച്ച് കുറേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്, ക്രിയാറ്റിൻ, ഇത് അതെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കഴിച്ചാൽ പണി കിട്ടും. പലപ്പോഴും ഇത് ഒരുപാട് ദോഷവശങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലേ, കിഡ്നിക്കും ലിവറിനും പിന്നെ വേറെ പല അവയവങ്ങൾക്കും അത്. കേടുപാടുണ്ടാവും. പക്ഷേ സാർ ഞാൻ പറയട്ടെ, നമ്മളുടെ ബോഡിയിൽ ഇപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ഇത് ആവശ്യമല്ലേ? ക്രിയാറ്റിൻ എന്ന് പറയുന്ന സാധനം ആവശ്യമാണെങ്കിൽ ഈ ക്രിയാറ്റിനും ക്രിയാറ്റിനും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല. അതെ, അതൊരു നല്ല പോയിന്റാണ്. ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഡോക്ടർ മെറിൻ പറഞ്ഞ പോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണെങ്കിലും ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അതായത് പ്രോട്ടീൻസ് കൂടിയ അളവിൽ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു, ശരീരത്തിൽ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്കെൽറ്റൽ മസിൽ, നോൺ സ്കെൽറ്റൽ അല്ല മസിൽ ടിഷ്യൂവിൽ. ഈ മസിൽസിലെല്ലാം ഓരോ പ്രക്രിയകൾ, ഓരോ ബയോകെമിക്കൽ ചേഞ്ചസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. ഈ ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ നിലവാരം ഒരു നിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കിഡ്നികൾ. അപ്പോൾ കിഡ്നികളാണ് ശരീരത്തിൽ എത്ര ക്രിയാറ്റിൻ ഉണ്ടാവണം, കിഡ്നികളുടെ പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കും ഇത് ഡിപ്പെൻഡ്. അതുകൊണ്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് ക്രിയാറ്റിനിൻ ലെവൽ ഈക്വൽസ് കിഡ്നി ഫങ്ഷൻ. ക്രിയാറ്റിൻ ഇത്തിരി കൂടിയാൽ തന്നെ കിഡ്നി അടിച്ചു പോയി എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം നിങ്ങൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു, നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ പൊട്ടിക്കൊന്ന് കൂടി വരാം. അത് കാരണം എന്താ, സ്കെൽറ്റൽ മസിലാണ് അവിടെ യൂസ് ചെയ്യുന്നത്, ശരിയല്ലേ? ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചിലർക്ക് ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണപ്പെടാം. ഡീഹൈഡ്രേഷൻ, ഇപ്പോൾ വേനൽക്കാലമാണ്, ശരീരത്തിൽ ജലാംശം ഇത്തിരി കുറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ക്രിയാറ്റിൻ, കുറേ നടക്കുന്നു നിങ്ങൾ വെയിലത്ത് നടന്നുവെങ്കിൽ നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ കൂടാം. അതുപോലെ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ക്രിയാറ്റിൻ ലെവൽ കൂടാം. ഈവൻ പ്രഗ്നൻസിയിൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിട്ട് കാണപ്പെടാം. ഫിസിയോളജിക്കലാണ്. അത് കാരണം നിങ്ങളുടെ കിഡ്നി അടിച്ചു പോയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പൊതുവെ അനദർ മിസ്കൺസെപ്ഷൻ, മിത്താണ് ക്രിയാറ്റിനും ക്രിയാറ്റിനും തമ്മിലുള്ള ഡിഫറൻസ്. അത് ആ വ്യത്യാസം അറിയാത്തത് കാരണം അതിന്റെ ഒരു എലവേഷനും അല്ലെങ്കിൽ അത് കൂടുന്ന അനുസരിച്ച് ആളുകളുടെ ചിന്താഗതി ഇത് കഴിക്കുമ്പോഴാണോ ഇത് കൂടുന്നത് എന്നാണ്. ഈ ഹൈഡ്രജനും ഹൈഡ്രജൻ ബോംബും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഹൈഡ്രജൻ ഒരു വാതകം, ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുമ്പോൾ ഒരു ആയുധമാണ് അല്ലേ? അതെ. സാറിനോട് കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സാറ് ഇത്രയും നാളായിട്ട് ഒരു ഡയബറ്റിക് ഒരു സെറ്റപ്പ് നടത്തുന്നു. അപ്പോൾ സാർ അതിൻ്റെ കൂടെ ഒരു ഓർത്തോപീഡീഷ്യനും കൂടിയാണ് അല്ലേ? അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുന്നത്, ഫ്രം ഓർത്തോപീഡിക് സർജൻ അല്ലെങ്കിൽ ഓർത്തോപീഡിക്കിൻ്റെ ആ ഒരു കോർ, ഞങ്ങളുടെയൊക്കെ ഒരു മെഡിസിൻ സമയത്ത് വളരെ സ്ട്രോങ് മെൻ്റൽ ഇതുള്ള ആളുകളാണ്. അതായത് അത്രയും സ്ട്രോങ് എന്താ പറയുക മെൻ്റൽ കപ്പാസിറ്റി വേണം ഓർത്തോപീഡീഷ്യൻ ആവാനെന്നാണ് പറയുക. കാരണം ഏറ്റവും നമ്മൾ കാണുന്ന ഏറ്റവും ഒരു ടഫ് ആൾ എടുക്കുന്ന ഒരു കാര്യമായിരിക്കും ഓർത്തോപീഡീഷ്യൻ അല്ലെ? എന്താ പറയുക, അതിൽ നിന്ന് സാർ ഒരു ഡയബറ്റോളജിയിലേക്കുള്ള ഒരു യാത്ര. അപ്പൊ അത് രണ്ടും കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർത്തോപീഡിക്സ് അല്ലെങ്കിൽ നമ്മുടെ ബോൺ അല്ലെങ്കിൽ നമ്മുടെ മസിൽ ഇതെല്ലാം വെച്ച് അതിന്റെ ഒരു നോളജും കൊണ്ടാണ് ഡയബറ്റോളജി സാർ ട്രീറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് അതിന്റെ? ഒന്ന് ചിന്തിക്കൂ, ഓർത്തോപെഡീഷ്യൻ എന്ന നിലയ്ക്ക് വളരെ ടഫാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ ഓർത്തോപെഡിക്സ് അസ്ഥികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ? അസ്ഥികൾ നല്ല കട്ടിയാണല്ലോ, അതുകൊണ്ട് നമ്മൾ വളരെ കട്ടിയുള്ള മനുഷ്യരാണെന്ന് അല്ല. നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ തന്നെ ആശങ്കകളും വിഷമങ്ങളും വേദനകളും നല്ല ആഹ്ലാദങ്ങളൊക്കെ ഉള്ള സാധാരണ മനുഷ്യരാണ്. പിന്നെ നമ്മൾ അസ്ഥികളും മാംസപേശികളൊക്കെ ആയിട്ട് കളിക്കുന്നു, അത്രേ ഉള്ളൂ കാര്യം. അതായത് ഒരു കാർഡിയാക് സർജൻ എങ്ങനെ ഹാർട്ടുമായിട്ട് കളിക്കുന്നു, ഈ പ്ലേസ് വിത്ത് ഹാർട്ട് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അതങ്ങനെ തൊഴിലാണ്. ഹീ സ്കിൽഡ് ഓർ ഹീസ് ട്രെയിൻഡ് ഇൻ ദാറ്റ്, അത്രേ ഉള്ളൂ. അതേപോലെയാണ് ഓർത്തോപെഡിക്സ്. പിന്നെ ഓർത്തോപെഡിക്സിലേക്ക് ഞാൻ വരാൻ കാരണം വളരെ അത് പെട്ടെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിക്കൂ, ശരീരത്തിൽ ഒരു ശരാശരി മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? 206. ശരിയല്ല, 206 അസ്ഥികളുണ്ട്. ഇനി ശ്രദ്ധിച്ചോളൂ, 1/4, അതായത് അതിൽ 4/1 അസ്ഥികൾ സ്ഥിതി ചെയ്യുന്ന ഈ പാദങ്ങളിലാണ്. ഒരു പാദത്തിൽ തന്നെ 27 അസ്ഥികളുണ്ട്, രണ്ടിലും ചേർന്ന് 54 അസ്ഥികൾ. 206ൻ്റെ 4/1 54. എന്ന് വെച്ചാൽ ഈ പാദങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് ഓർത്തോപെഡിക്സിൽ. അപ്പോൾ പാദപരിചരണമാണ് എനിക്ക് ആദ്യം മുതലേ വളരെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ അത് ചെയ്തു വന്നപ്പോൾ ഡയബറ്റിക് ഫുഡ് ഡിസീസ്, ഞാൻ UK ട്രെയിനിങ് എടുത്ത ആളാണ്. അവിടെ ഡയബറ്റിക് ഫുഡ് ഡിസീസ് ആ കാലത്ത് വളരെ പ്രശസ്തിയുള്ള ഒരു മേഖലയായിരുന്നു. ഇവിടെ കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് എന്താ
ഒരു കിക്ക് കിട്ടി തുടങ്ങിയത്, ഡയബറ്റിക് ഫുഡിൻ്റെ കിക്ക് കിട്ടി തുടങ്ങിയത്. പിന്നീട് പതുക്കെ അത് ഡയബറ്റോളജിയിലേക്ക് മാറുകയും അങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് തിരിയാനിടയായത്. സർ, ഒരു 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 ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം ഭയങ്കര ഫേമസ് ആണ്, അങ്ങ് സ്വിറ്റ്സർലൻഡിൽ വരെ. എന്തിനാണ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റിക്സ്? ദാറ്റ്സ് എ വെരി ഡ്യൂബിയസ് ഡിസ്റ്റിങ്ഷൻ, ഇസ്ന്റ് ഇറ്റ്? കാരണം അത് എനിക്കും ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഒരു ഇനീഷ്യൽ ഫേസിൽ ഞാൻ കേട്ടത് റൈസ് ഒഴിവാക്കുക, ചപ്പാത്തിയിലേക്ക് മാറുക. ഇപ്പോൾ പിന്നെ ചപ്പാത്തി മാറി റാഗിയാക്കി, പിന്നെ റാഗി മാറി ഇപ്പം മില്ലറ്റ് വരുന്നു. അപ്പോൾ വേർ ഈസ് അവർ എപ്പിജെനറ്റിക് സ്റ്റാൻഡ്സ് ആൻഡ് വി ഓൾ ആർ ലൈക്ക് റൈസ് ഈറ്റേഴ്സ് അല്ലേ? എനിക്ക് ചോറുണ്ണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആർ വി ചേഞ്ചിങ് ദ എപ്പിജെനറ്റിക്സ് ഓഫ് അവർ കൾച്ചർ ആൻഡ് വേർ വി ആർ ഗോയിങ് ഇൻ ദിസ് ഏരിയ? ഇൻഫാക്ട് ഡോക്ടർ മെറിൻ വളരെ പ്രശസ്തിയാണ് ഈ ഒരു മേഖലയിൽ, എപ്പിജെനറ്റിക്സിലും അല്ലേ, ന്യൂട്രി ബയോമിക്സ്, വാട്ട്സ് ഇറ്റ് കോൾഡ്, റൈറ്റ് അല്ലേ, മൾട്ടിയോമിക്സ്, മൾട്ടിയോമിക്സ് എന്ന് പറയുന്ന മേഖലയിൽ വളരെ പ്രശസ്തിയാണ്. യു ഷുഡ് സെർച്ച് ഓൺലൈൻ ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട്. ഇൻഫാക്ട് അവരാണ് എന്നോട് ആദ്യം ഈ ഒരു വാക്ക് പ്രയോഗിച്ചത്, മൾട്ടിയോമിക്സ് എന്നുള്ള വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം മറ്റൊന്നുമല്ല, എപ്പിജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ജനിതകമായ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ആഹാരം മാറ്റുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റുന്നതനുസരിച്ച് നമ്മുടെ ജീൻസ് മാറും. എല്ലാവർക്കും അറിയാം, ജീൻസ് കാരണം നമ്മുടെ മുഖം അല്ലെങ്കിൽ ഈ ചർമ്മത്തിൻ്റെ നിറം, മുടിയുടെ നീളം, ഇത് മാത്രമല്ല നമുക്ക് വന്നേക്കാവുന്ന രോഗങ്ങൾ പോലും അതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ജീൻസാണ് ഒരു പരിധിവരെ തീരുമാനിക്കുന്നത്. അതുപോലെ മറിച്ചും സംഭവിക്കാം. അപ്പോൾ ഇവ തമ്മിലുള്ള വളരെ വളരെ കോംപ്ലക്സ് ഇൻ്റർപ്ലേസിനെയാണ് ഈ എപ്പിജെനറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഡോക്ടർ മെറിൻ പറഞ്ഞ പോലെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മാറി വരുന്ന ആഹാര സംസ്കാരമില്ലേ, ഈ പറഞ്ഞ പോലെ ഈ ആഹാര സംസ്കാരം നമ്മുടെ ജനിതക ഘടനയെ തന്നെ മാറ്റി. അങ്ങനെ കാലക്രമേണ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ചോറ്, പച്ചക്കറി, മത്സ്യം, പിന്നെ വീട്ടിൽ തന്നെ വളർത്തുന്ന കോഴികൾ അല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ പോത്ത്, അതിനൊക്കെ കറി വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന മലയാളി ഇന്ന് കഴിക്കുന്നത് ഒരു മാസം പഴക്കം ചെന്ന് ഫിഷിൻ്റെ അല്ലേ, ഫിഷ് എന്ന് പറയപ്പെടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ചിക്കൻ എന്ന് പറയപ്പെടുന്ന മറ്റെന്തോ ഒരു സാധനം. പിന്നെ എന്തൊക്കെയാണ് അതിൽ പൂശിയിരിക്കുന്നത്, ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും ഈ വഴിവക്കിൽ. അതിന് പൊടി, ഈ റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളുടെ പൊടിയും പുകയൊക്കെ അത് വലിച്ചു കയറ്റും. ഇനി അതിൽ നിന്ന് ഇങ്ങനെ ചിരണ്ടി എടുത്ത് എന്തോ തേച്ച് വാർണിഷ് പോലെ തേച്ച് കൊടുക്കുന്ന സാധനമാണ് നമ്മൾ. ഓ, അതാണോ എൻ്റെ പേര്? യാ, കറക്റ്റ്, യെസ്. കേരളം കത്തും ഇത് കഴിയുമ്പോൾ. ആണോ? Okay, but I didn't intend to be controversial, but I have seen it and I have wondered what it is. അത് കഴിക്കുന്നവർക്ക് അറിയാമോ അതെന്താ സാധനം എന്നുള്ളത്? അറിയില്ല. സോ വി ഡോണ്ട് നോ. അതായത് കൃത്യമായി നമ്മൾ തന്നെ വളർത്തി നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയ ചെടികളിൽ നിന്ന് എടുക്കുന്ന ഇലകളോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കഴിച്ച് അതെല്ലാം പോയില്ലേ? അരി പോലും നമ്മളിപ്പോൾ ഇവിടെ അല്ലേ കൃഷി ചെയ്യുന്നില്ല. ഈ അരിയും അരിയിൽ നിന്നും ചപ്പാത്തി, ചപ്പാത്തിയിൽ നിന്നും റാഗി, റാഗിയിൽ നിന്നും മില്ലറ്റ്, ഈ ഒരു ട്രാൻസിഷനിൽ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾക്ക് ഇല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ അതാണ്. അതായത് എൻ്റെ ഒരു അറിവിൽ ഒരു റൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ റൈസ് പോർഷൻ കൺട്രോൾ ചെയ്താൽ പോരെ, അല്ലാതെ ചപ്പാത്തി ഒരു 10 എണ്ണം കഴിച്ചിട്ട് ചപ്പാത്തി കഴിച്ചിട്ടും ഷുഗർ കുറയുന്നില്ല എന്ന് പറയുന്നത്. പോർഷൻ കൺട്രോൾ മാത്രമല്ല, പോർഷൻ കൺട്രോൾ വെരി ഇമ്പോർട്ടൻറ്റ്, ശരിയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ ബേസിക്കലി എന്താ, കുന്നോളം ചോറ് അല്ലേ, പിന്നെ കാക്കതൂറിയ പോലെ കുറച്ച് ഒരു കറി അല്ല, തെറ്റാണ്. ആ കുന്നിൻ്റെ മുകളിൽ ആ രീതിയിലാണ് കറി ഒഴിക്കുന്നത്. ഞാനൊക്കെ അതിശയിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. കാരണം എൻ്റെ വീട്ടിലെ രീതി എന്താണെന്ന് വെച്ചാൽ, ചോറ് ഒരു കൈപ്പത്തിയുടെ പകുതി ഉണ്ടാവുള്ളൂ, ഒരു കൈപ്പത്തിയുടെ പകുതി. കറികൾ കുറേ ഉണ്ടാവും, പലതരത്തിലുള്ള ഇലക്കറി ഉണ്ടാവും, ഒരു കിഴങ്ങുണ്ടാവും, ഒരു പരിപ്പോ പയറോ നിർബന്ധമാണ്, നെയ്യ് നിർബന്ധമാണ്. കറികളുടെ അളവും അതിൻ്റെ എന്താ വൈവിധ്യവും കൂടുതലാണ്. ആ രീതിയിൽ വളർന്നു. അപ്പം ഞാനൊരു ശരാശരി മലയാളി ഊണ് കഴിക്കുന്നത് കണ്ടിട്ട് ഞെട്ടിത്തെറിച്ച് നിന്നുണ്ട്. എന്നെപ്പോലെ സ്ലിമ്മായിട്ടുള്ള ആൾ പോലും ഒരു കുന്നു ചോറ്, അതിലും ഈ പറഞ്ഞ പോലെ ആകെ പേരിന് മാത്രം, ഇനി ഇത്തിരി അച്ചാറുണ്ടോ, ഇതെല്ലാം പ്രശ്നമല്ലേ. അവിടെ അരിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
അവിടെ ചോറിനാണോ കുറ്റം പറയുന്നത്? അല്ല, നമുക്ക് ആരെങ്കിലും പോർഷൻ കുറ്റം കൺട്രോൾ. പറയണമല്ലോ. അതെ അതെ, ആരെങ്കിലും കുറ്റം പറയണം. ചോറിന് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ നമ്മുടെ പേരിൽ. സർ, ഇപ്പോൾ തിരിച്ച്, അതായത് പണ്ട് കോക്കനട്ട് ഓയിലിൽ നിന്നും സൺഫ്ലവർ ഓയിലായി, അതിൽ നിന്നും പിന്നെ ആൽമണ്ട് ഓയിലായി, പിന്നെ തിരിച്ച് അമേരിക്കൻസോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ പറയുന്നു ഇപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ഒരു നോർമൽ കൾച്ചറിലുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഇഡ്ഡലി, കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പരിഗണിച്ചതും ഫസ്റ്റ് കിട്ടിയതും നമ്മുടെ ഇഡ്ഡലിക്കാണ്. അത്ര ഇഡ്ഡലിക്ക് പോലും അറിയില്ലെങ്കിലും, കാരണം അതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ, ഇഡ്ഡലിയിൽ വരുന്ന കാർബ്സും പ്രോട്ടീൻസും എല്ലാം ചേർന്നിട്ടല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, നമ്മൾ ഈ ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂട്രീഷൻ മാത്രമാണോ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പ്രോപ്പർ ആക്കാത്തത് കൊണ്ടാണോ? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്. ജെനറ്റിക്സ്, ലൈഫ് സ്റ്റൈല്, പിന്നെ ഡോക്ടർ മെറിൻ പറഞ്ഞ പോലെ എക്സസൈസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഗോൾസ്, ഡയറ്റ്, എവറിത്തിങ് അല്ല. സ്ട്രെസ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് സ്ട്രെസ്സ് കാരണമാണ് പലരും ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത്. സ്ട്രെസ്, യെസ്, കംഫർട്ട് ഈറ്റിംഗ് എന്ന് പറയുന്നത്. കംഫർട്ട് ഫുഡ് എന്നാണ് അതിന് പേര് തന്നെ. രാത്രി പാതിരാക്കി ഭയങ്കര സ്ട്രെസ്സായിരിക്കുമ്പോൾ അപ്പം തന്നെ ഓൺലൈൻ സ്ക്രോൾ ചെയ്തു, ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്യുന്ന സാധനം എന്തായിരിക്കും? ഹൈ കലോറി ഡെൻസ് സാധനമായിരിക്കും അല്ലേ? ബിക്കോസ് ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനുള്ളൊരു രീതിയായിട്ട് പലരും ഫുഡിനെ കാണാറുണ്ട്. സ്ട്രെസ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ കോംപ്ലക്സ്, ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലക്സ് ഇൻട്രാക്ഷൻ. ന്യൂട്രീഷനെ മാത്രമല്ല നമ്മളിവിടെ കാണേണ്ടത്, എല്ലാത്തിനെയും കാണും. ഇതിൽ ചിലത് മോഡിഫയബിൾ ആണ്. ഇപ്പോൾ ജെനറ്റിക്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന ജീൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എന്നാൽ എൻ്റെ ലൈഫ് സ്റ്റൈലിലൂടെ എനിക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജെനറ്റിക്സ് ലോഡ്സ് ദ ഗൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ പുൾസ് ദ ട്രിഗർ. ശരിയല്ലേ? ഓട്ടോറിക്ഷയുടെ ബാക്കിൽ നല്ലൊരു, ഓട്ടോറിക്ഷയുടെ ബാക്കിലോ KSRTC ബസ്സിൻ്റെ സൈഡിലോ എഴുതാൻ പറ്റിയ ഒരു കോട്ടാണെന്ന്. അപ്പോൾ സാർ, നമ്മൾ ഈ ഒരു സെഷനിൽ മെയിൻലി ഫോക്കസ് ചെയ്ത് ന്യൂട്രീഷനാണ്. അപ്പോൾ ഫ്രം ഒരു ടേക്ക് അവേ നോട്ട് പോലെ സാറിന് എന്താണ് കേരള ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ റീസൺസ് എന്താണ്? ഹൗ ക്യാൻ വി ഓവർകം സച്ച് ഒരു പാൻഡമിക്കിനേക്കാൾ കൂടുതൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പാൻഡമിക് എന്ന് പറയുന്നത് കോവിഡ് വന്നപ്പോൾ നമ്മൾ ചോദിച്ചു അതാണ് ദ എൻഡ് ഓഫ് ദ ഇയർ. പക്ഷേ ഡയബറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഹാർട്ടിനെ ബാധിക്കാം, ലങ്സിനെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം. നമ്മൾ പറയുന്ന ഏതൊരു ഓർഗനെയും ബാധിച്ച് നമ്മളൊരു ലൈഫ്, നമ്മൾ മരിക്കുകയാണെങ്കിൽ എളുപ്പമാണെന്ന് ഞാൻ പറയും. അത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കണ്ടീഷനിൽ കോമോബിഡ് കണ്ടീഷൻസ് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകുകയാണ് ജനങ്ങളുടെ. അപ്പോൾ എന്താണ് സാറിന് അവരോട് പറയാനുള്ള ഒരു ടേക്ക് അവേ നോട്ട് എന്താ? സത്യം പറഞ്ഞാൽ എനിക്ക് ടേക്ക് അവേ നോട്ട് എന്ന് പറയാൻ കാര്യമായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് അത് സംസാരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഈ രാജ്യത്തിൻ്റെ ഒരു മൂലയിൽ ഒരു കൈപ്പയ്ക്ക പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളമാണ് ഇന്ന് ലോകത്തെ പ്രമേഹ തലസ്ഥാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സംശയമില്ല. ചിന്തിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മുടെ പ്രവർത്തിപ്പിക്കുകയും കൂടി ചെയ്യണം. ശരിയല്ലേ? ഏത് തരത്തിലുള്ള പ്രവൃത്തിയായിരിക്കണം? ഒന്ന്, ചോറിനെ കുറ്റം പറയാതിരിക്കുക. പിന്നെ നമ്മുടെ നാടൻ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഭക്ഷണങ്ങൾ, ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ കുറ്റം പറയാതിരിക്കുക. ചക്കയുടെ മാങ്ങയുടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ പ്രശ്നമല്ല അത്, പ്രശ്നം നമ്മുടെയാണ്. കാരണം നമ്മുടെ ഒരു നാട്ടിന് ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ ശരീരപ്രകൃതത്തിന് ഏറ്റവും ഭൂപ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണം നമ്മൾ അന്യം വെച്ചിട്ട് പുറത്തുനിന്ന് എന്തൊക്കെ വലിച്ചു വാരി കഴിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിനെ തന്നെ നമ്മൾ കുറ്റം പറയണം. അതൊരു എൻ്റെ അഭിപ്രായത്തിൽ ടേക്ക് ഹോം മെസ്സേജ് ഒന്ന്, നമ്മൾ നമ്മുടേതായ പൈതൃകത്തെ കുറ്റം പറയാതിരിക്കുക. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് സർ. ആൻഡ് അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക, അതിനെ സ്വാംശീകരിക്കുക. നല്ലതായിട്ട് ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് എന്നുള്ളതിലുപരി നല്ല ഫുഡ് നല്ല മനസ്സോടെ നല്ല രീതിയിൽ പാചകം ചെയ്ത് നല്ല അളവിൽ കഴിക്കുക. എല്ലാം പ്രധാനപ്പെട്ട പകുതി പ്രശ്നങ്ങൾ തീരുന്നു. പകുതിയല്ല, ഞാൻ കരുതുന്ന 90% ഓഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ് ഇഫ് ദിസ് ഇസ് ടേക്കൺ കെയർ ഓഫ്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, always keep yourself active physically, mentally and emotionally, not just politically. Okay sir, it has been great talking to you. Thank you so much sir. Thank you so much for having made this happen. Bye bye.